ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഭൂമിയുടെ അവകാശികൾ ആരാണ്? എപ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചവർക്കൊക്കെ അല്പം ഫിലോസഫിക്കലായിട്ടുള്ള ഉത്തരം കിട്ടിക്കാണണം. ഭൂമിയുടെ അവകാശികൾ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് സുന്ദരമായ ചെറുകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 2 ഏക്കർ പുരയിടം വാങ്ങി സുൽത്താനായി അവിടെ എങ്ങനെ വാഴുന്നു. ഒരു സുൽത്താൻ്റെ ഗമയിൽ 2 ഏക്കർ പുരയിടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മറ്റ് അവകാശികൾ അദ്ദേഹം കണ്ടെത്തുന്നു. കാരണം ഇപ്പോൾ പുതുപ്പണക്കാരൻ അവകാശിയായി മാറിയെങ്കിലും ഇതിനു മുമ്പ് കാലാകാലങ്ങളായി ധാരാളം വളർത്തുമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ, ക്ഷുദ്രജീവികളൊക്കെ അവകാശികളായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കഥാകാരൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാനാണോ, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് ഈ ഭൂമിയിൽ വസിക്കുന്ന ജന്തുജീവജാലങ്ങളാണോ? ആരാണ് ഭൂമിയുടെ അവകാശികൾ? കഥ അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവസൃഷ്ടിയിലെ തെങ്ങുകളിലെ കരിക്കുകളിൽ വാവലുകൾക്ക് അവകാശമുണ്ട്. ഓർക്കുക, ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികളാണ്. ഈ കഥ ഓർത്തെടുത്തുകൊണ്ട് ധീരമായൊരു ചാക്രിക ലേഖനത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ലൗദാത്തോ സി മാർപ്പാപ്പയുടെ പാരിസ്ഥിതിക ചിന്തകളുടെ ചാക്രിക ലേഖനം. ഈ ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കി കാരുണികൻ മാസിക ഉണക്കാനിട്ട ഭൂമി എന്ന ശീർഷകത്തിൽ വിവിധ ലേഖനങ്ങൾ സമാഹരിച്ച് മാസിക ഇറക്കിയിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൽ. രസകരമാണ് ഇതിലെ ലേഖനങ്ങൾ ചിന്തയെ ഉണർത്തുന്നത്. ലൗദാത്തോ സി എന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നടത്തുന്നു ഈ ലേഖനങ്ങളും ഈ മാഗസിനും. അതുകൊണ്ട് തന്നെ ഇത്തവണ കനിവിൻ്റെ പച്ചപ്പുകളിലേക്ക് കണ്ണു തുറക്കുന്ന വിധത്തിൽ നമുക്ക് നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒരു യാത്ര നടത്താം. ലൗദാത്തോ സി എന്ന ഈ ശീർഷകം തന്നെ പാപ്പ ഫ്രാൻസിസ് അസീസിയിൽ നിന്നും കടമെടുക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സൂര്യഗീതത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ലൗദാത്തോ സി എന്ന്. അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ എന്ന് അർത്ഥം. അതായത് സർവ്വജീവജാലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായ ദൈവമേ, സർവത്തിനെയും ചരിപ്പിക്കുന്ന ദൈവമേ, സർവവും തുടങ്ങുന്നതും ഒടുങ്ങുന്നതും അങ്ങിൽ തന്നെയാണല്ലോ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. ചാക്രിക ലേഖനം തുടങ്ങുന്നത് തന്നെ സഹോദരി ഭൂമി നിലവിളിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പണ്ട് കവി എഴുതിയ വരികൾ പദ്യോച്ചാരണ മത്സരത്തിലൊക്കെ പല പ്രാവശ്യം ആളുകൾ ആവർത്തിച്ചു. എന്നിട്ടും ഭൂമി മരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഒടുക്കത്തെ ദാഹം, തിരുഹൃദയ രക്തം കുടിക്കാനുള്ള ഒടുക്കത്തെ ദാഹം ഒരിക്കലും തീരാത്തതിനെക്കുറിച്ചൊക്കെ കവി ഓർമ്മപ്പെടുത്തി. പക്ഷേ എന്നിട്ടും നമ്മൾ കൊടും ദാഹത്തോടു കൂടി, തീരാത്ത വിശപ്പോടുകൂടി ഭൂമിയെ കൊല്ലുന്നു, തിന്നുന്നു. അങ്ങനെ കൊന്നു തിന്നുന്നവർക്ക് മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലായി പാപ്പ വെളിപ്പെടുന്നു, അവതരിക്കപ്പെടുന്നു. അദ്ദേഹം തുടക്കത്തിൽ ഭൂമിയുടെ കരച്ചിലിനെ കുറിച്ച് പറയുന്നു. പിന്നെ നമ്മുടെ വികസന മാതൃക, ലോകത്തിൻ്റെ ഇന്നത്തെ വികസന മാതൃക ലോകത്തെ മൊത്തത്തിൽ വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ഉന്നയിക്കുന്നു. ശരിയാണ്, ഇന്നത്തെ വികസന മാതൃക, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സത്യത്തിൽ യഥാർത്ഥ ഡെവലപ്മെൻറ്റിലേക്ക് ലോകത്തെ മൊത്തത്തിൽ നയിക്കുന്നുണ്ടോ? മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചില ശ്രമങ്ങളാണ്. ഇന്ത്യ പച്ചപ്പിൻ്റെ നാടാണ്, അന്നും ഇന്നും. ഇന്ന് പച്ചപ്പിൻ്റെ നാടെന്ന് ഉറപ്പിച്ച് പറയുകയ്യ, പക്ഷെ അന്ന് തീർച്ചയായിട്ടായിരുന്നു. അങ്ങനെ പച്ചപ്പിൻ്റെ നാടായ ഇന്ത്യയെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗംഗ യമുന നദീതടങ്ങളിൽ അവിടെ സമൃദ്ധമായുണ്ടായിരുന്ന കാട് വെട്ടിത്തെളിച്ചു. എന്നിട്ട് നാണ്യ വിഭവങ്ങൾ
കൂടുതൽ ലാഭം കൊയ്യുന്ന നാണ്യവിഭവങ്ങൾ അവിടെ വിളവനായി പാകി ഒരുക്കിയെടുക്കുന്നു. ഈ കാടിൻ്റെ സമൃദ്ധി പോയതോടുകൂടി പതുക്കെ പതുക്കെ ഭൂമിയുടെ ഊഷരതയും ഭൂമിയുടെ വളക്കൂറും നഷ്ടപ്പെടുന്നു. പതുക്കെ ആ നദീതട ഗ്രാമങ്ങളൊക്കെ മരുഭൂമികൾ പോലെയായി മാറുന്നു. അതുവരെ അനുഭവപ്പെടാതിരുന്ന വെള്ളപ്പൊക്കമുണ്ടായി, വരൾച്ചയുണ്ടായി, ഗ്രാമം ശരിക്കും ഉപയോഗശൂന്യമാക്കപ്പെട്ടു. ഗ്രാമവാസികൾ മറ്റഭയങ്ങൾ തേടി ഈ തടങ്ങളൊക്കെ ഉപേക്ഷിച്ച് കടന്നുപോയി. ശരിക്കും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്ന ഈ ഗ്രാമീണ കർഷകരൊക്കെ അവസാനം ഈ നാടിനെ വിട്ട് മറ്റെവിടേക്ക് അഭയം തേടി. പട്ടിണിയും കൂടി, പട്ടിണി മൂലമുള്ള മരണവും കൂടി. വീണ്ടും യൂറോപ്പിലേക്ക്. ഇംഗ്ലണ്ടിൽ പ്യൂരിറ്റൻസിന് ചില മത പീഡനങ്ങൾ നടത്തപ്പെടുന്നു എന്ന തോന്നൽ അവർക്കുണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്യൂരിറ്റൻസ് ഒന്നാകെ ന്യൂ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന ഐലൻഡിലേക്ക് ചേക്കേറി മാറുന്നു. അവർ കുടിയേറെ പാർക്കാനെത്തിയപ്പോൾ സുന്ദരമായ വനപ്രദേശങ്ങളായിരുന്നു അത്. അങ്ങേയറ്റം സുന്ദരമായ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സ്ഥലം. അവരവിടെ വന്നു. അവിടെ ബീവറുകൾക്ക് ഏറെ പ്രസിദ്ധമായ ഇടമായിരുന്നു. ബീവറുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വന്തമായിട്ട് ഡാം നിർമ്മിക്കുന്ന അത്ഭുത ജീവി. വളരെ പെട്ടെന്ന് തന്നെ അതിസുന്ദരമായ കരുത്തുള്ള അണക്കെട്ടുകൾ ഇവ നിർമ്മിച്ചെടുക്കുന്നത് സ്വന്തം സർവൈവലിന് വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ നിർമ്മിച്ചെടുക്കുമ്പോൾ മറ്റനേകം ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ കൂടി അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്തത്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബീവറിൻ്റെ രോമക്കുപ്പായത്തിന് ഏറെ ആവശ്യമായി വരും. കാരണം അത്രയ്ക്ക് സുന്ദരമാണ്, അത്രയ്ക്ക് സ്നിഗ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ബീവറുകളെ ഒന്നൊന്നായി കൊല്ലാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ബീവറുകളെ കൊന്നൊടുക്കുന്നത് നിമിത്തം ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നു. അണക്കെട്ടുകൾ നിർമ്മിക്കുന്ന ബീവറുകളില്ല. പിന്നെ വെള്ളം കുത്തി ഒഴുകി മലവെള്ളപ്പാച്ചിലായി മാറുന്നു. മൊത്തത്തിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥിതി നഷ്ടപ്പെടുന്നു. അവിടെ സുന്ദരമായ അന്തരീക്ഷം മലീമസമാക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു മാറ്റം. ഈ വികസന മാതൃക ലോകത്തിന് നൽകുന്നത് സത്യത്തിൽ വികസനം തന്നെയാണോ എന്ന ചോദ്യം. നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രീൻ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു വിപ്ലവമായിരുന്നു. വിപ്ലവം നടത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ ഒരുപാട് നെൽവിത്തിനങ്ങളുണ്ടായിരുന്നു. ഈ നെൽവിത്തിനങ്ങളുടെ എണ്ണം, അതായത് ലക്ഷക്കണക്കിന് നെൽവിത്തിനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഭാരതം. എന്നിട്ടെന്ത് സംഭവിക്കുന്നു? ഈ നെൽവിത്തിനങ്ങൾ ഒന്നൊന്നായി കൈമോശം വന്നു പോകുന്നു, നഷ്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും മാർപ്പാപ്പ കരയുന്നത്. ഭൂമി നിലവിളിക്കുന്നു. വികസന മാതൃക നമ്മെ മുന്നിലേക്ക് നയിക്കുന്നുവോ എന്ന ചോദ്യം. ലൗദാത്തോ സിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഒരു ലേഖനം ഇങ്ങനെ ശീർഷകത്തോടു കൂടിയതാണ്: ഏദനിൽ പാടനികത്തലോ. അതായത് പർദീസയാണ്. ഈ പർദീസയിൽ പാടനികത്തൽ നടത്തപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണല്ലോ കേരളത്തെ വിളിക്കുക. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ പാടനികത്തലുകൾ നടത്തപ്പെടുമ്പോൾ പർദീസ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പണ്ട് അമേരിക്കൻ ഇന്ത്യൻസിനിടയിലേക്ക്, റെഡ് ഇന്ത്യൻസിനിടയിലേക്ക് പാശ്ചാത്യർ ചെന്നു. യൂറോപ്യൻസ് അവിടെ ചെന്ന് അവരെ കീഴടക്കി പിന്നെ വെന്നിക്കുടി പാറിച്ചു എന്ന മട്ടിൽ അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നശിപ്പിച്ചത് വലിയ സംസ്കാരമാണ്. ആരാണ് ഏദനിൽ പാടം നികത്തുന്നത് എന്നൊരു ചോദ്യം. ആരാണ്? കൊതിമൂർത്ത് ആർത്തിക്കരം നീട്ടി നടക്കുന്ന ആളുകൾ ഏദനിൽ പാടം നികത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചൊക്കെ ഈ മാഗസിനിലെ ലേഖനങ്ങൾ വാചാലമായി പറയുന്നുണ്ട്. കേരളത്തിൽ സത്യത്തിൽ കാടില്ലാത്ത ഒരേ ഒരു ജില്ലയേ ഉള്ളൂ, അത് ആലപ്പുഴയാണ്. വേറെ എല്ലാ ജില്ലകളിലും കാടുകളുണ്ട്. ഇനി കടലാവട്ടെ 9 ജില്ലകൾക്കുണ്ട്. കടലില്ലാത്ത പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകൾക്കാവട്ടെ നദികൾ ഏറെയുണ്ട്. കേരളത്തിലുടനീളം 3000-ലേറെ കിലോമീറ്റർ നീളത്തിൽ നദികളുണ്ട്, 44 നദികൾ. പക്ഷേ ഇത്രയ്ക്കേറെ നദികളുണ്ടായിരുന്നിട്ടും ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ
മഴയുടെ ശരാശരി അത് കേരളത്തിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് മഴ കിട്ടുന്ന ഇടം, അതായത് വാർഷിക ശരാശരി 3000 മില്ലിമീറ്ററാണ്. അപ്പോൾ ഇത് കണക്കുകൾ നൽകുന്ന കാര്യമാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും കേരളവും വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതോ ഒരു ഓവനിലേക്ക് വലിച്ചിഴക്കപ്പെട്ട മനുഷ്യർ പോലെയാണ്. ഏത് നിമിഷവും റോസ്റ്റാക്കപ്പെടാം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതിനും കാരണങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. ഈ ഖനനം അത് വലിയ ഇല്ലീഗൽ രീതിയിൽ നടത്തപ്പെടുകയാണ്. കേരളത്തിലെ ക്വാറികളുടെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടണം. ഞെട്ടാത്തവരെക്കുറിച്ചാണ് നമുക്ക് വിലപിക്കേണ്ടത്. നീണ്ട നാളത്തേക്ക് ഖനന അനുമതിയുള്ള 487 ക്വാറികളും 1 വർഷത്തേക്ക് ലൈസൻസുള്ള 2308 ക്വാറികൾക്കും പുറമെ അനധികൃതമായിട്ട് 1700 ക്വാറികൾ കേരളത്തിലുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. ഭീതിതമാണ് ഇക്കാര്യങ്ങൾ. എല്ലാവരും സ്വന്തം വയറ് പെരുപ്പിക്കാൻ വേണ്ടി, സ്വന്തം ഊറ്റം പെരുപ്പിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥകളൊക്കെ മാറുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ആ ചെയ്യലിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും ഈ ലൗദാത്തോ സി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ലേഖനത്തിൽ ബൈബിളിൻ്റെ മാനങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചാക്രിക ലേഖനം ബൈബിളിനെ ആസ്പദമാക്കിയിട്ടാണ്. വളരെ രസകരമായ കുറേ ചിന്തകൾ നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഭൂമി മനുഷ്യ നിൻ്റേതല്ല എൻ്റേതാണ് എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനം 24:1 മനുഷ്യനും ആ ഓർമ്മപ്പെടുത്തലുണ്ടാകുന്നുണ്ട്. ഭൂമി കർത്താവിൻ്റേതാണ്. മനുഷ്യന് ഭൂമിയുടെ മേൽ അപരിമിതമായ ഉടമസ്ഥാവകാശം ഇല്ല. ഭൂമിയും അതിലുള്ളവയും കർത്താവിൻ്റേതാണ് എന്ന് ദിനവൃത്താന്തം 10:14 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും വളരെ സുന്ദരമായ ഒരു ഭാഗം ലേവ്യർ 25:23 ഭൂമി എന്നേക്കുമായി വിൽക്കാൻ പാടില്ല. എന്തെന്നാൽ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ്. ഇതൊരു വലിയ ചിന്ത നൽകുന്ന വാചകമാണ്. നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ്. അല്ലെങ്കിൽ തന്നെ സത്രത്തിൽ അല്പനാൾ താമസിക്കുന്നവരെ പോലെയാണല്ലോ. ONV കുറുപ്പിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ വാടക വീട്ടിലേക്ക് വന്നവരാണ് നമ്മൾ. ഭാര്യയും ഭർത്താവും വാടക വീട്ടിൽ വന്ന് താമസം ആരംഭിക്കുന്നു. ഭാര്യ ഒരു വാടാമല്ലി നട്ടുവളർത്താൻ ശ്രമിക്കുന്നു. ഭർത്താവ് അപ്പോൾ പറയുന്നു, നമുക്കായി നാം തീർത്ത നിർവൃതിയുടെ ഉച്ച നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകേണ്ട വാടക വീടാണ് ഇത്, പിന്നെ എന്തിനാണ് വാടാമല്ലി നട്ടു വളർത്തുന്നത്? ഭാര്യ പറയുന്നു, ശരിയാണ്, ഇറങ്ങിക്കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയില്ല, അത് സത്യമാണ്. എന്നാൽ തന്നെയും നമുക്കായി നാം തീർത്ത നിർവൃതിയുടെ ഉച്ച നിമിഷങ്ങളിൽ മടങ്ങിക്കൊടുക്കേണ്ട വാടക വീടാണ് എങ്കിൽ തന്നെയും ഈ വീടിന് മുന്നിൽ ഒരു വാടാമല്ലി നട്ടു വളർത്താവുന്നതല്ലേ ഉള്ളൂ. ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടതാണ്. നമ്മളെല്ലാവരും കുടികിടപ്പുകാരാണ്, പരദേശികളാണ്. അപ്പോൾ ഭൂമി നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതല്ല. നിങ്ങളുടെ അതിര് തിരിച്ച ഭൂമി നിങ്ങളുടേത് എന്ന് ആവർത്തിച്ച് പറയണ്ട. നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. നമുക്ക് ഉടമസ്ഥാവകാശമല്ല, കാര്യസ്ഥാവകാശമുള്ളത്. കുറച്ച് നാൾ അവയെ സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 2:15 പറയുക, ഭൂമിയെ ഉഴുതു സൂക്ഷിക്കുക എന്ന്. ഉഴുതു സൂക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കൃഷി ചെയ്യുന്നതിനും വേലയെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി പ്രകൃതിയെ മാറ്റുക. എന്നിട്ട് പ്രകൃതിയെ ദൈവവുമായി ഒരുമിപ്പിച്ച് നിർത്തുക. ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടായ വേർതിരിവുകൾ, സെപ്പറേഷൻ മാറ്റുന്നതിന് വേണ്ടി ദൈവം തന്നെ തന്ന ഒരു മാർഗമാണ് കൃഷി എന്നുള്ളത്. അപ്പോൾ കൃഷിയിലൂടെ ദൈവത്തിലേക്ക് പ്രകൃതിയെ ഉണർത്തുക, പ്രകൃതിയിലേക്ക് ദൈവത്തെ ഇറക്കുക എന്നുള്ള കാര്യമാണ് മറന്നുപോകുന്നത്. ഇപ്പോൾ കൃഷിയുടെ വഴികളൊക്കെ മറന്ന് നമ്മൾ മൊത്തത്തിലുള്ള കൊമേർഷ്യലൈസേഷൻ്റെ കാലങ്ങളിലാണ്. എല്ലാം കച്ചവടച്ചരക്കാണ്.
മനുഷ്യർ കച്ചവട ചരക്ക്, പ്രകൃതി കച്ചവടത്തിനുള്ള മാർഗം, പ്രകൃതി വിഭവങ്ങൾ, ചരക്കുകൾ മാത്രം. നമുക്ക് മുൻപിൽ ഒരൊറ്റ ദൈവം ഇപ്പോൾ ഉള്ളൂ, പണം എന്ന ദൈവം. പണം കിട്ടാൻ വേണ്ടി എന്തും ഏതും ആരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ദൈവം സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. ആ ദൈവത്തെ പ്രപഞ്ചത്തിലൂടെ കണ്ടെത്തുക, പ്രപഞ്ചത്തെ ആദരിക്കുക, അർഹമായത് പ്രപഞ്ചത്തിന്, പ്രപഞ്ചമെന്ന അമ്മയ്ക്ക് നൽകുക. ഇതെല്ലാമാണ് ബൈബിളിനെ ആസ്പദമാക്കി മാർപ്പാപ്പ നൽകുന്ന ഓർമ്മപ്പെടുത്തലുകൾ. ഇനി മാഗസിനിൽ നമുക്കിനി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയുമുണ്ട്. ഏതു തരത്തിലുള്ള ഒരു രൂപരേഖയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്? ഒന്ന്, മനുഷ്യൻ്റെ ആർത്തി ഒന്ന് തീർക്കണം. അത് ആർത്തി എന്നൊക്കെ പറയുമ്പോൾ എത്ര കിട്ടിയിട്ടും മതിവരാത്ത വിധത്തിൽ നമ്മളുടെ ആർത്തി ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കമ്പോള വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ ആർത്തിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കലാണ് കമ്പോളത്തിൻ്റെ രീതി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. മതിയാവാത്തതാണ് വലിയ പ്രശ്നം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു തരുന്ന കഥയിൽ കുട്ടിയൊരു മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ആപ്പിളുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു കൂടയിൽ. എന്നിട്ട് പറയുന്നു, ആവശ്യമുള്ള ആപ്പിൾ എടുത്തുകൊള്ളുക, പക്ഷേ കൂടെ എടുക്കരുത്, കയ്യിലെടുത്തുകൊള്ളുക. കൊച്ച് ഒരാപ്പിൾ എടുക്കുന്നു. അത് തിന്നാൻ തുടങ്ങുമ്പോൾ മുന്നിൽ കുറേ ആപ്പിളുകൾ നിരന്ന് നിൽക്കുകയാണ്. എന്തു ചെയ്യും? തിന്നുന്നതിന് പകരം കൊതിയോടുകൂടി അവിടെ ഇരിക്കുന്ന ആപ്പിളിനെ നോക്കുകയാണ്. നമ്മളങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് അത് നെഞ്ചോട് ചേർത്തു, പിന്നെ അടുത്തൊരു ആപ്പിൾ എടുത്തു, അതും നെഞ്ചോട് ചേർത്തു. അപ്പോഴും ആപ്പിളവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അടുത്തൊരു ആപ്പിളോട് മൂന്നാമതൊരെണ്ണം, പിന്നെ നാലാമതൊരെണ്ണം, പിന്നെ അഞ്ചാമതൊരെണ്ണം. മതിയാവുന്നില്ല. മതിയെന്നതാം ഭാവം ശ്രേയസ്സിന് പ്രതിബന്ധം, അതിയാം അസംതൃപ്തി ഔന്നത്യ സൗദദോരം. കവി എഴുതിയതുപോലെ തന്നെയാണ്. ഇപ്പം വീണ്ടും അടുത്തൊരു ആപ്പിൾ കൂടി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യിലുള്ള ആപ്പിളൊക്കെ ഊർന്ന് താഴേക്ക് വീണു പോകുന്നു. പിന്നെ ക്ലോസപ്പിൽ കരയുന്ന കുട്ടിയുടെ ചിത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് സത്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും ചിത്രമാണ്. എത്ര കിട്ടിയിട്ടും മതി എന്ന് പറയാൻ പറ്റുന്നില്ല. ആർത്തിയാണ്. ഈ ആർത്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭൂമിയെ സ്നേഹത്തോടുകൂടി നെഞ്ചോട് ചേർക്കുന്നതിന് പകരം തിന്ന് തീർക്കുന്നത്. നെഞ്ചോട് ചേർക്കുന്നതിന് പകരം അമ്മയെ തിന്ന് തീർക്കുന്ന മക്കളായി നമ്മൾ മാറി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഈ ആർത്തി മാറ്റുക എന്നുള്ളതാണ്. രണ്ട്, ലെസ് ഈസ് മോർ എന്നൊരു തത്വം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി മാറണം. അതായത് ഇപ്പോൾ അധികമാകുന്നതാണ് തൃപ്തിയേകുന്നത് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ലെസ് ഈസ് മോർ. അടിസ്ഥാന ആവശ്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ പരിശീലിക്കുന്നിടത്താണ് പാരിസ്ഥിതിക ആത്മീയത ആരംഭിക്കുന്നത്. അല്പമാണ് അധികം. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, ലെസ് ഈസ് മോർ. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ജീവിത ദർശനം ഇതായിരുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ആവശ്യത്തിനെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ പ്രകൃതിയിലുണ്ട്, പക്ഷെ നിങ്ങളുടെ അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ പ്രകൃതിയിലില്ല. ഇപ്പോൾ അത്യാർത്തിയും മൂത്ത് നമ്മൾ കൊന്നു തിന്നുകയാണ്. മുട്ടയിടുന്ന കോഴിയെ കൊന്നു തിന്നുന്ന തരത്തിലായി നമ്മളുടെ ആർത്തി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് അപകടം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്നൊരു ദർശനം ലാളിത്യത്തിൻ്റെ ദർശനമാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ആ കുളിക്കുന്നതിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ വൃത്തി കുറയുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ലോകത്തോടുള്ള പ്രതിബദ്ധത കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ലാളിത്യം വരികയാണ്. ഒരുപാട് ഭക്ഷ്യവിഭവങ്ങൾ ഒരു വിശപ്പില്ലാതെ തിന്നു തീർക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ അനാവശ്യമായി തിന്നുന്ന ഓരോ ഭക്ഷ്യവിഭവവും കവർന്നെടുക്കുന്നതാണ് ഇൻഡയറക്റ്റ്ലി. ആരിൽ നിന്നൊക്കെ കവർന്നെടുത്ത ഭക്ഷണമാണത്. അതുകൊണ്ട് തന്നെ ആ കവർച്ച ഒഴിവാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി എല്ലാവരും എ സി കാറിലെ സഞ്ചരിക്കൂ എന്നുള്ള ആ വല്ലാത്തൊരു വാശിയുണ്ടല്ലോ, അതൊന്നും മാറ്റിവെച്ചുകൊണ്ട് ഇടയ്ക്ക് പബ്ലിക് വെഹിക്കിൾസിലും സഞ്ചരിക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ ലേഖനങ്ങളിൽ ഒന്നിൽ പറയുന്നുണ്ട്, നമ്മളുടെ ആത്മീയ ആചാര്യന്മാരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈൻ ബസ്സുകളിൽ സഞ്ചരിക്കുന്നവരായി മാറുകയാണെങ്കിൽ അവരുടെ ആ സഞ്ചാരം തന്നെ ജീവിക്കുന്നൊരു മാതൃകയായി മാറില്ലേ.
പരിസ്ഥിതി സ്നേഹത്തിൻ്റെ പേരിൽ, കാരുണ്യത്തിൻ്റെ പേരിൽ, സഹജീവികളോടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരാൾ സാധാരണ മനുഷ്യരോടൊപ്പം ലൈൻ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയല്ലേ ചെയ്യുക. ഇതെല്ലാം മാർപ്പാപ്പ നൽകുന്ന സുന്ദരമായ ചില ആശയങ്ങളാണ്. ഇനി കേരള കത്തോലിക്ക മെത്രാൻ സമിതി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള നയരേഖയും ഇറക്കിയിരുന്നു. അതിൽ പല ആശയങ്ങളും സുന്ദരമാണ്. അതും ഈ മാഗസിനിൽ എടുത്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന്, മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന ജീവിതചര്യയെ പ്രോത്സാഹിപ്പിക്കുക. മണ്ണിൽ നിന്ന് അകന്നു പോവുകയാണ്. ശരിക്കും ഇടയ്ക്കെങ്കിലൊക്കെ ചെരിപ്പിടാതെയൊക്കെ ഒന്ന് മണ്ണിൽ നടക്കാൻ ഈ കുട്ടികളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾക്കിപ്പോൾ മഴയേറ്റാൽ പനി, വെയിലേറ്റാൽ പനി, മഴ കണ്ടാൽ പനി, കണ്ടാൽ പനി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വരവുണ്ടാകണം. അത് ഈ പുതിയ തലമുറയിലോട്ടുണ്ടാകണം. അല്ലാതെ ആകാശത്തിൽ നിന്ന് ഒരുപാട് അകന്ന് നിന്നിട്ട് ആകാശത്തെയും തൊടുന്നില്ല, ഭൂമിയെയും തൊടുന്നില്ല. രണ്ടിനും മധ്യത്തിലുള്ള കോൺക്രീറ്റ് വനത്തിനുള്ളിൽ കഴിയുന്ന ഏതോ പുരാതന വസ്തുക്കളെ പോലെയായിട്ട് നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾ മാറുന്നുണ്ട്. എന്നോട് ദേഷ്യപ്പെടാതിരിക്കുക, അത് സത്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും തൊടുന്ന കുറേ ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ അതിനുള്ള ചിന്തകളെങ്കിലും തുടങ്ങണം. 2, സൈക്കിൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ചൈനയിൽ കുറച്ചാളുണ്ടായിരുന്ന ആളാണ്. അവിടെ എക്സിക്യൂട്ടീവ്സ് പോലും വരിയായിട്ട് സൈക്കിൾ ഓടിച്ച് പോകുന്ന കാഴ്ച, അത് സുന്ദരമായൊരു കാഴ്ചയാണ്. നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം സൈക്കിളിൽ സഞ്ചരിക്കുക എന്നുള്ളത് അല്പം സ്റ്റാറ്റസിന് നിരക്കാത്തതാണ്. ഇപ്പോൾ ബൈക്കിൽ നിന്നും കാറിലേക്ക് എല്ലാവരും കൂടുമാറി കഴിഞ്ഞു. എല്ലാവരും കാറിൽ മാത്രം സഞ്ചരിക്കുമെന്ന് ശഠിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമാണോ? ചിന്തിക്കാവുന്നതാണ്. സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന കുറച്ചധികം ആളുകൾ മുന്നിലേക്ക് വന്നിരുന്നെങ്കിൽ കുറേ അധികം ആളുകൾ അവരെ അനുകരിക്കുവാനും അവരോടൊപ്പം ചേരുമായിരുന്നു. ചിന്തിക്കാവുന്നൊരു വിഷയമാണത്. പരിസ്ഥിതി നശീകരണം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന രീതി പ്രചരിപ്പിക്കുക. നല്ലൊരു ആശയമുണ്ടത്. നമുക്ക് കുമ്പസാരം എന്ന് വെച്ചാൽ എന്താണ്? പലപ്പോഴും കുമ്പസാരം എന്നുള്ളത് 3-4 പാപങ്ങളുടെ ഭൂമികയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ആരെങ്കിലും അന്യന് അവകാശപ്പെട്ട ഭക്ഷണം എടുത്തു കഴിച്ചതിന് പേരിൽ കുമ്പസാരിക്കുന്നുണ്ടോ? അറിഞ്ഞുകൂടാ. പ്രകൃതിയെ അന്യായമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? പൊതുനിരത്തുകളിൽ വിസർജ്യ വസ്തുക്കൾ കൊണ്ട് നിറച്ചതിന് മലീമസമാക്കിയതിൻ്റെ പേരിൽ കരഞ്ഞാരെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു മരം നടാത്തതിനെക്കുറിച്ച്, മരം ഉണക്കിക്കളഞ്ഞതിനെക്കുറിച്ച് ആരെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ആത്മീയതയും രൂപപ്പെട്ടു വരേണ്ടതല്ലേ? ഹരിത കെട്ടിട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക. സഭാസ്ഥാപനങ്ങളിൽ നിർബന്ധമായി മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ പച്ചക്കറിത്തോട്ടവും ടെറസിലെ കൃഷിയും പ്രോത്സാഹിപ്പിക്കുക. മുറ്റത്ത് ഔഷധച്ചെടികൾ നട്ടുവളർത്തുന്ന രീതി പ്രോത്സാഹിപ്പിക്കുക. ഔഷധച്ചെടികളൊക്കെ നട്ടു വളർത്തേണ്ടതാണ്. കാരണം ഔഷധമല്ലാത്ത എന്താ ഉള്ളത്? നമുക്ക് ചുറ്റിലുമുള്ള സാധാരണ നാട്ടു ചെടികളിലൊക്കെ ഔഷധ ഗുണം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ കഥ ജീവക മുനി, അദ്ദേഹം ഒരു 40 വർഷം ഔഷധമില്ലാത്ത എന്തെങ്കിലും കണ്ടെത്തുവാൻ ഭൂമിയിൽ അലഞ്ഞ് നടന്നു. ബ്രഹ്മാവ് അദ്ദേഹത്തെ അയച്ചാണത്രേ. 40 വർഷത്തെ അലച്ചിലിന് ശേഷം ഇദ്ദേഹം മടങ്ങിയെന്ന് പറയുന്നത് ഞാൻ ജഗത്തേവ അനൗഷധം, ഔഷധം അല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. നാ ജഗത്തേവ അനൗഷധം, ഔഷധം അല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. ഔഷധം നിറഞ്ഞതാണ് എല്ലാം തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ, പുതിയ തലമുറക്കാർ ഔഷധച്ചെടികളെയൊക്കെ തിരിച്ചറിയുന്ന മട്ടിൽ മണ്ണിൻ്റെ മണമാസ്വദിച്ച്, മണ്ണിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ച്, അതിൻ്റെ പച്ചപ്പും കനിവും ഒപ്പിയെടുത്ത് ജീവിക്കുന്നവരായി മാറണം. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നതിനെക്കുറിച്ചാണ് ഈ മാർപ്പാപ്പ ചിന്തിക്കുക. ഭൂമി ഇപ്പോൾ ഉണക്കാനിട്ട ഭൂമി പോലെയായി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കനിവിൻ്റെ മഴപ്പെയ്ത്ത് ഉണ്ടായില്ലെങ്കിൽ ഉണങ്ങി വരണ്ടു പോവും. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതവും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നിങ്ങൾക്ക് നടക്കാനാവട്ടെ. നിശ്ചലമായ ജലാശയങ്ങളിലേക്ക് നിങ്ങൾ വിശ്രമം കൊള്ളുവാൻ നടന്നു കയറട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.